ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളൻ്റെ ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ സോളിൽ നിന്നുള്ള മെസ്സേജാണ്. അപ്പം നിങ്ങളുടെ ആത്മാവ് ഈ ഒരു സമയം നിങ്ങളോട് എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? പലപ്പോഴും നമ്മൾക്ക് ഗൈഡൻസ് തരാൻ പറ്റുന്നത്, കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരാൻ പറ്റുന്നത് നമ്മളുടെ ആത്മാവിനാണ്, നമ്മളുടെ സോളിനാണ്. പലപ്പോഴും അത് നമുക്ക് മനസ്സിലാവില്ല. നമ്മളെ സോൾ എന്ത് മെസ്സേജാണ് തരുന്നത് എന്ന് നമുക്ക് ചിലപ്പം അത് തിരിച്ചറിയാൻ പറ്റില്ല. കാരണം നമ്മൾ സോളിൻ്റേതല്ലാത്ത കുറേ ഗുണങ്ങളിലായിരിക്കും നമ്മൾ എപ്പോഴും ഇരിക്കുന്നത്. സന്തോഷവും സമാധാനവും ഒക്കെയാണ്, പീസാണ് കേട്ടോ. സോളിൻ്റെ യഥാർത്ഥ ഗുണമെന്ന് പറയുന്നത് പീസാണ്. അവിടെ വൈരാഗ്യവും ക്രോധവും ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒന്നുമില്ല സോളിന്. അപ്പോൾ നമ്മൾ ആ ഒരു തലത്തിലിരുന്നാൽ മാത്രമേ, സോളിൻ്റെ ആ ഒരു തലത്തിലേക്ക് ഇരുന്നാൽ മാത്രമേ സോളിൻ്റെ മെസ്സേജ് നമുക്ക് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. എപ്പോഴും എല്ലാവരും അത് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പ്രാണായാമം ചെയ്യണം, നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ സോള് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഇന്നിപ്പം ഞാൻ റീഡ് ചെയ്യുന്നത്. ഇതിന് ഞാൻ 2 പൈൽ വെച്ചിട്ടുണ്ട് കേട്ടോ. 2 പൈലാണ് വെച്ചിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് പൈല് ഈ സിട്രീൻ എന്ന് പറയുന്ന ഒരു ക്രിസ്റ്റലിൻ്റെ മാലയാണിത്, സിട്രീൻ. പിന്നെ ഇത് ടൈഗർ ഐയുടെ ഒരു ബ്രേസ്ലെറ്റ് ആണ്. അപ്പം ഇത് ഫസ്റ്റ് പൈല്, ഇത് സെക്കൻഡ് പൈല്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായ ആ ഒരു കാര്യം, അത് ഈ സിട്രീൻ്റെ മാലയോ ഇത് ഈ ടൈഗർ ഐയുടെ ബ്രേസ്ലെറ്റോ. ഇത് പൈൽ 1, പൈൽ 2. അത് നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളൊന്ന് തിരഞ്ഞെടുക്കുക. ഇത് സിട്രീൻ്റെ ഒരു മാലയാണ്. നമുക്ക് ഫസ്റ്റ് പൈലുള്ള ആൾക്കാരുടെ റീഡിങ് എന്താണെന്ന് നോക്കാം. എന്താണ് ഈ ഒരു നിമിഷം നിങ്ങളുടെ സോള് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? എന്ത് മെസ്സേജാണ് സോള് നിങ്ങളോട് പറയുന്നതെന്ന് നോക്കാം. ദ ലോട്ടസ് വിത്തിൻ യു എവേക്സ് ആണ് ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത്. സെക്കൻഡ് കാർഡ് to confirm is to die inside. മൂന്നാമത്തെ കാർഡ് പ്രൊട്ടക്ട് വാട്ട് യു ലവ് ആണ് വന്നിട്ടുള്ളത്. അടുത്ത ഈ ഒരു എനർജി ഓറക്കിൽ നിന്നുള്ള കാർഡ്സ് എടുക്കാം. The thinking man, woman holding a heart വന്നിട്ടുണ്ട്. Door to personal healing and happiness. ഇനി നമുക്ക് ടാരോ കാർഡ്സ് എടുക്കാം. Two of Wands, Hierophant, High Priestess. Five of Wands, Three of Wands. ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ടവർ ആണ് ബോട്ടം വന്നിട്ടുള്ളത്. നമുക്ക് ഒരു കാർഡ് കൂടി എടുക്കാം. നമുക്ക് എന്ത് ഗൈഡൻസ് ആണ് കിട്ടുന്നതെന്ന് കൂടി നോക്കാം. ടെൻ്റാണ്, ഒരു കാർഡ് മതി. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സ്പ്രെഡ്. ആദ്യം കിട്ടിയിട്ടുള്ളത് ദ ലോട്ടസ് വിത്തിൻ യു അവേക്സ് ആണ്. ഈ ഒരു സമയം ഇതിൽ പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ ശക്തി ഇപ്പോൾ ഉണരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ സപ്രസ് ചെയ്ത് വെച്ചിരുന്ന
നിങ്ങളുടെ പവർ, നിങ്ങളുടെ ഇൻഡ്യൂഷൻ, നിങ്ങളുടെ ശക്തി, ഇതൊക്കെ ഈ ഒരു സമയം ആക്റ്റീവായിട്ട് ആകാൻ പോകുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയണം എന്നുള്ളതാണ് ആദ്യമായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഇതൊരു നിങ്ങൾക്കുള്ള ഒരു ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു മെസ്സേജാണ്. ഇതൊരു സ്പിരിച്വൽ അവേക്കണിങ് ഫേസ് ആണ്. അപ്പം ഇനി നിങ്ങൾ പഴയ പോലെയാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങളൊന്ന് മാറ്റി ചിന്തിക്കേണ്ട സമയമായി, നിങ്ങളൊന്ന് മാറ്റി പെരുമാറേണ്ട സമയമായി എന്ന് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ ചിലപ്പോൾ എപ്പോഴും ഡൗട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരായിരിക്കാം. അപ്പം പക്ഷേ ഈ ഒരു സമയം നിങ്ങൾ ഉയരുന്നു എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ഒന്ന് ഉയർത്തെഴുന്നേൽക്കുന്നു എന്നൊക്കെ പറയാം. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ആദ്യം നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ലോട്ടസ് അറിയാലോ, താമര. അപ്പം നിങ്ങളുടെ പുറത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. പുറത്ത് നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ സിറ്റുവേഷൻ അത്ര ഫെയർ ആയിരിക്കില്ല. കാരണം താമര എന്ന് പറയുന്നത് ഏറ്റവും മോശം സാഹചര്യത്തിൽ നിന്നും വരുന്ന ആ ഒരു ഏറ്റവും മോശം സാഹചര്യത്തിൽ വളരുന്ന ഒരു ഫ്ലവറാണ് താമര. അപ്പോൾ ആ താമരയിൽ ഇരിക്കുന്നത് സരസ്വതിയാണ്. അപ്പം നമ്മുടെ സാഹചര്യങ്ങളെ നമ്മുടെ സാഹചര്യം കൊണ്ടാണ് നമ്മൾ അങ്ങനെ ആയിപ്പോയത് എന്നുള്ളൊരു ചിന്ത ഇനി നിങ്ങൾക്ക് ഉണ്ടാകരുത് എന്നുള്ളതാണ് ഈ ഒരു സമയം നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ കാർഡ് ടു കൺഫേം ഈസ് ടു ഡൈ ഇൻസൈഡ് ആണ്. ബി ബ്രേവ് ആൻഡ് ബി യു സെൽഫ് ആണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ സന്തോഷങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അവർക്കത് ഇഷ്ടാവുമോ എന്നൊക്കെ വിചാരിച്ച് നിങ്ങളെ സപ്രസ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് നിങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യണമെന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ മരിക്കുമ്പോഴാണ് നിങ്ങൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നത്. അത് എപ്പോഴും അത് മനസ്സിലാക്കുക. നമ്മൾ ഇപ്പം ഒരേ സമയം നമുക്ക് നമ്മളുടെ ഇഷ്ടങ്ങളും ചെയ്ത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാം എന്ന് വിചാരിക്കരുത്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നത് നിങ്ങൾ ഒറ്റയ്ക്കാണ്, നിങ്ങൾ ജീവിക്കാൻ വേണ്ടി വന്നതാണ്. അതിൻ്റെ കൂടെ ജീവിക്കുന്നവർ ജീവിച്ചോട്ടെ, പക്ഷേ ഒരിക്കലും അത് നിങ്ങളെ മുറിപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഒരാളെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ്. അത് നിങ്ങൾ ധൈര്യം സംഭരിക്കുക. എന്താണ് ഇത് നിങ്ങളെന്ന് പറയുന്നത് മറ്റുള്ള എല്ലാവർക്കും ഫിറ്റാവാൻ നിന്നു കൊടുത്താൽ നിങ്ങളെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇത് പറയുന്നത്. ഇപ്പം പ്രൊട്ടക്റ്റ് വാട്ട് യു ലവ് ആണ്. അപ്പം ഇറ്റ്സ് യുവർ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പം നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ റിലേഷൻഷിപ്പ്, ഇതൊക്കെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. പക്ഷേ അതിന് കൃത്യമായിട്ടുള്ളൊരു ബൗണ്ടറി വെക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഇതിൽ നിങ്ങളുടെ ശക്തി ഉണരുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ അത് നിങ്ങളെ സംരക്ഷിച്ചുകൊണ്ട്, എന്നാൽ നിങ്ങളുടെ കൂടെ ഉള്ളവരെ അധികം വേദനിപ്പിക്കാതെ. അപ്പം നമുക്ക് എല്ലാവരെയും ഒരുപോലെ സന്തോഷിപ്പിച്ച് മുന്നോട്ട് പോകാമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. പക്ഷേ മറ്റുള്ളവരെ അധികം ഹർട്ട് ചെയ്യാതെ, എന്നാൽ നിങ്ങളുടെ ആ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു സമയം മുതൽ നിങ്ങൾ പെരുമാറി തുടങ്ങണം എന്നുള്ളതാണ്. അടുത്ത് കിട്ടിയിട്ടുള്ളത് തിങ്കിങ് മാൻ എന്ന് പറയുന്ന കാർഡാണ്. ഇത് നിങ്ങളുടെ സോളിന്റെ എനർജിയും ഇത് മനസ്സിന്റെ എനർജിയുമാണ്. ഇപ്പം മനസ്സിന്റെ ഒരു ഇതാണ് തിങ്കിങ് മാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതില് നിങ്ങളാകെ കുറച്ചൊരു കൺഫ്യൂസ്ഡ് ആണ് എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതില് ഇപ്പോൾ തിങ്കിങ് മാൻ എന്ന് പറയുന്നത് ഇതില് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ ആവശ്യമില്ലാതെ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. തിങ്കിങ് മാൻ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു കാര്യം കൂടുതൽ അനലൈസ് ചെയ്യുന്നു. ഇതിൽ വുമൺ ഹോൾഡിങ് എ ഹേർട്ട്. അപ്പം നിങ്ങൾ ആരെയോ ഓവറായിട്ട് ഇങ്ങനെ കെയർ ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇത് ശരിക്കും നിങ്ങൾ ചിലപ്പം ആവശ്യമില്ലാത്ത ഒരാളിനെ കൂടുതൽ ട്രസ്റ്റ് ചെയ്യുകയും കൂടുതൽ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ കുടുങ്ങിക്കിടക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങൾ ശരിക്കും പെട്ടെന്നൊരു അറ്റാച്ച്മെന്റ് വിട്ടുപോകാൻ പറ്റാത്ത ആളാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ ഹൃദയത്തെ ഇങ്ങനെ ശരിക്കും ഹോൾഡ് ചെയ്യുന്നു. ഇതിലപ്പുറം വേറെ ഒന്നുമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു.
അപ്പോൾ ഇതിൽ നിങ്ങൾ ഓവർ ഗിവിങ് ചെയ്യുന്ന ആളാണെന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്നാൽ അതിനനുസരിച്ചുള്ളത് കിട്ടുന്നുമില്ല. ഒരുപാട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെയുള്ള ഒരു കാര്യം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് നിന്ന് കിട്ടുന്നില്ല എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതിന്ന് നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങളതിനെ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം നിങ്ങളുടെ ആത്മാവ് ആഗ്രഹിക്കുന്നത് ചെയ്യണമെന്ന് ഈ ഒരു നിമിഷം നിങ്ങളുടെ മനസ്സും കൂടി അതിന് സപ്പോർട്ട് ചെയ്യുന്നു. കാരണം ഡോർ ടു പേഴ്സണൽ ഹീലിംഗ് ആൻഡ് ഹാപ്പിനെസ് ആണ്. അപ്പം ഈ ഒരു സമയം നിങ്ങളെ ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു പോകാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ഈ ഒരു സമയം നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഉണ്ടായ ആ വേദനകൾ ഹീൽ ചെയ്യാനും ആ ഒരു വേദനകളിൽ നിന്ന് നിങ്ങൾ പുറത്തു പോകാനും, കാരണം പുറത്ത് നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾ വളരെ സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഡോറ് ഇങ്ങനെ തുറന്നിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. നിങ്ങളത് പക്ഷേ അത് ഇത്രത്തോളം മനസ്സിലാക്കുന്നില്ല, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാരണം ഇവിടെ 2 ഫാൻസിൻ്റെ എനർജിയാണ്. ഓവർ തിങ്കിങ്, എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് എപ്പോഴൊക്കെയോ ഈ നിങ്ങളുടെ സോളിൻ്റെ മെസ്സേജ് നിങ്ങൾക്കറിയാം, ഞാനിവിടെ ഈ സ്ഥലത്ത് നിൽക്കുന്നത് ശരിയല്ല, ഞാൻ ചെയ്യുന്നത് എന്തൊക്കെയോ മിസ്റ്റേക്സ് ഉണ്ട്. പക്ഷേ ആക്ഷൻ എടുക്കാൻ പറ്റാതെ നിങ്ങൾ വീണ്ടും ചിന്തിക്കുന്നു. ഇതിൽ 2 ഫാൻസും ഉണ്ട്, 3 ഫാൻസും ഉണ്ട്, 5 ഫാൻസും ഉണ്ട്. ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ഇൻഡ്യൂഷൻ വിശ്വസിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് പലതരം കൺഫ്യൂഷനിലൂടെ കടന്നു പോകുന്നു, പല സ്ട്രഗിളിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് പുറത്തു പോകാൻ വഴിയുണ്ട് എന്നുണ്ടെങ്കിലും, ആൾറെഡി ഒരു വഴി തുറന്നിട്ടുണ്ട്, ആ ഒരു വഴി ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്കിത് പോകാൻ പറ്റുന്നില്ല. ആ വഴി നിങ്ങൾക്ക് കാണാം, കാരണം നിങ്ങളുടെ സോൾ തന്നെ നിങ്ങളെ അതിന് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇൻഡ്യൂഷനിലൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ പുറത്തുള്ള ഗൈഡൻസും നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ മാത്രമല്ല, നിങ്ങൾ വിചാരിക്കുന്നതാണ് ശരി, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡ്യൂഷൻ കറക്റ്റാണ്, നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ കറക്റ്റാണ് എന്ന് നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് ചിലപ്പോൾ ഒരു ഗുരുവിൻ്റെ പോലത്തെ അങ്ങനത്തെ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഗുരുവുമായിട്ടും നിങ്ങൾ കണക്റ്റഡ് ആണ് എന്നുള്ളതാണ്. ചിലപ്പോൾ അത് നിങ്ങളുടെ സോള് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് മെസ്സേജ് ചെയ്ത് തരുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് മെസ്സേജ് കിട്ടുന്ന ആൾക്കാരുമായിട്ട് നിങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾക്കതങ്ങോട്ട് പറ്റുന്നില്ല, സ്ട്രഗിളാണ് ഇപ്പോഴും. എന്ത് ചെയ്യണം, ഓവർ തിങ്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു, ആക്ഷൻ എടുക്കാതെ ഓവർ തിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ് ഇതിൽ നിങ്ങൾ കാരണം ഇതിൽ ഒരു ടവർ വന്നിട്ടുണ്ട്. പരിവർത്തനമാണ്. നിങ്ങളുടെ ഉള്ളിൽ പരിവർത്തനം സംഭവിക്കുന്നു, ആ പരിവർത്തനം പുറത്തും വരുന്നുണ്ട്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു സാഹചര്യം, കാരണം നമുക്ക് എല്ലാ സമയത്തും നമ്മളുടെ മനസ്സും നമ്മളുടെ ഹൃദയവും തമ്മിലൊരു യൂണിറ്റി ഉണ്ടാകണം എന്നില്ല. പക്ഷേ ഈ ഒരു സമയം നിങ്ങളുടെ മനസ്സ് അത് അനുകൂലമായി നിൽക്കുന്നു നിങ്ങളുടെ വളർച്ചയ്ക്ക്, അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നതിന് നിങ്ങളുടെ സോളുമായിട്ട് ഈ ഒരു മനസ്സിന് ഇപ്പം കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സ് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു കാര്യം വിട്ട് പുറത്തു പോകാൻ. കാരണം മനസ്സിന്റെ നിയന്ത്രണം നമുക്ക് മനസ്സിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമ്പോഴാണ് നമുക്കെല്ലാം പൂർത്തീകരിക്കുന്നത്. മനസ്സ് ഇങ്ങനെ കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഒരു പോയിന്റ് കഴിയുമ്പം അത് തന്നെ വിചാരിക്കും. ഈ മനസ്സെന്ന് പറയുന്നത് നമ്മളാണ് കേട്ടോ. നമ്മുടെ സോൾ എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ആ ഒരു ശക്തിയാണ് സോളിന്റെ ഗൈഡൻസ്. അപ്പോൾ നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കുറേ കാലം കഴിയുമ്പം നമുക്ക് തന്നെ മനസ്സിലാവും, ഇതിങ്ങനെ അല്ലല്ലോ പോകേണ്ടത്, ഇതിനെന്തോ ഒരു മാറ്റം വരുത്തേണ്ടതുണ്ടല്ലോ എന്ന് സ്വയം മനസ്സിലാകും. അങ്ങനെ സ്വയം ഈ ഒരു സമയം നിങ്ങളുടെ ആത്മാവിന് മനസ്സിലാകുന്നു, നിങ്ങളുടെ മനസ്സിനും അത് തിരിച്ചറിയുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പം ഉള്ള ഈ ഒരു സാഹചര്യം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക. നമ്മളുടെ ഹൃദയവും മനസ്സുമായിട്ടുള്ളൊരു വടംവലി എപ്പോഴും ഉണ്ട്. പക്ഷേ ഈ ഒരു സമയം നമ്മൾ ആ വടംവലി ഒക്കെ മാറ്റിയിട്ട് നമ്മളത് ഒന്നായി ചേരാൻ ആഗ്രഹിക്കുന്നു. അപ്പം ആ കിട്ടിയ ഒരു ഗൈഡൻസ് ആണ്. നിങ്ങൾ ആരെയും പ്ലീസ് ചെയ്യരുത്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, എന്നാൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോവുക. കാരണം നിങ്ങൾ ഈ ഹൈ പ്രീസ്റ്റസും ഹൈറഫൻറ്റും എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ടീച്ചേഴ്സിൻ്റെ ഒരു എനർജിയാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് ഗൈഡൻസ് കൊടുക്കുകയും മറ്റുള്ളവരെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ട ആൾക്കാരാണ്. പക്ഷെ അതിനാദ്യം നിങ്ങളാണ് ഉണരേണ്ടത്. നിങ്ങളുടെ ഉള്ളിൽ ആ വെളിച്ചം നിങ്ങളാണ് കത്തിക്കേണ്ടത്. കാരണം നിങ്ങൾക്ക് ആൾറെഡി എല്ലാം അറിയാം. പുറത്തുള്ള ഒരു ഗൈഡൻസിൻ്റെ ആവശ്യം ഈ ഫസ്റ്റ് പൈലെടുത്ത ആൾക്കാർക്കില്ല. പക്ഷെ കൺഫ്യൂഷനാണ് എപ്പോഴും.
ഈ കൺഫ്യൂഷൻ മാറ്റി നിങ്ങൾ മുന്നോട്ട് പോവുക, ഓവർ തിങ്കിങ് മതിയാക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയം നിങ്ങളുടെ സോള് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഹായ്, സെക്കൻഡ് പൈല് തിരഞ്ഞെടുത്ത ആൾക്കാരുടെ റീഡിങ്ങിലേക്ക് പോകാം. ആദ്യം നിങ്ങളുടെ സോളിൻ്റെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. എന്ത് മെസ്സേജാണ് ഈ ഒരു സമയം നിങ്ങളുടെ സോള് നിങ്ങൾക്ക് തരുന്നതെന്ന് നോക്കാം. റീ എനർജൈസ് ദ നാച്ചുറൽ വേൾഡ് ആണ് വന്നിട്ടുള്ളത്. ദ ട്രീ ഓഫ് ഫിഷസ് ഈസ് കോളിങ് യുവർ നെയിം വന്നിട്ടുണ്ട്. ദ ലവ് ഓഫ് യുവർ ഡ്രാഗൺ റീച്ചസ് ഔട്ട് ടു യു. ഇതാണ് നിങ്ങളുടെ സോൾ മെസ്സേജ്. സെക്കൻഡ് പൈല് ഇതാണ് കേട്ടോ. ഈ ടൈഗർ ഐ ബ്രേസ്ലെറ്റ് തിരഞ്ഞെടുത്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. ഇനി എനർജി ഓറക്കിളിൽ നിന്നും നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് കിട്ടുന്നതെന്ന് നോക്കാം. ദ വുമൺ ഹോൾഡിങ് എ കോയിനാണ് വന്നിട്ടുള്ളത്. കമ്മ്യൂണിറ്റി, കോൺട്രാക്ട്. ഇനി നമുക്ക് ടാരോ കാർഡ്സ് നോക്കാം. Eight of Swords, Magician, Ten of Pentacles, Sun card, Page of Pentacles. The guidance എന്താണെന്ന് നോക്കാം. എർത്താണ്. ഇതിൽ നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് റീ എനർജൈസ് ദ നാച്ചുറൽ വേൾഡ് ആണ്. അപ്പം നിങ്ങളുടെ എനർജി ശരിക്കും റീസെറ്റ് ചെയ്യണം എന്നാണ് ഇതിനകത്ത് കാണുന്നത്. ഇതൊരു ചെറിയ മെസ്സേജ് അല്ല. നിങ്ങൾ ഇപ്പം ഏത് എനർജിയിലാണ് ഇരിക്കുന്നത് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങളിരിക്കുന്ന ആ ഒരു നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ഒരു അവസ്ഥ അത് കുറച്ചൊന്ന് സ്ലോ ആക്കി നിങ്ങളുടെ എനർജി ഒന്ന് റീസെറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പം നിങ്ങൾ മുന്നോട്ട് പോകാൻ റെഡിയാണ്, പക്ഷെ ആദ്യം നിങ്ങൾ റീചാർജ് ആകണം എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. ഇതിൽ കുറേ മണി ഫിനാൻസ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മണി ഫിനാൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പം വരാൻ പോകുന്ന ഒരു ജീവിതത്തിൻ്റെ മാറ്റത്തെക്കുറിച്ചാണ് കൂടുതലായിട്ടും ഈ ഒരു സെക്കൻഡ് പൈലിലുള്ള ആൾക്കാർക്ക് അറിയാനുള്ളത് നിങ്ങളുടെ സോള് പറയുന്നത്. കാരണം നിങ്ങളുടെ ദീർഘകാലമായി ഉണ്ടായിരുന്ന ആഗ്രഹം, ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ മനസ്സിൽ കൂട്ടിവെച്ചിരുന്ന ഒരാഗ്രഹം, അത് കുറേ നാൾ കൊണ്ട് ഡിലേ ആയി കിടന്ന എന്തോ ഒരു സ്വപ്നം അത് ഉടനെ തന്നെ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇത് ഇപ്പം നിങ്ങളൊന്ന് ഈ ഒരു സമയം നിങ്ങൾ ആക്റ്റീവായാൽ മാത്രമേ ആ ഒരു സ്വപ്നം ഉടനെ തന്നെ നടക്കുകയുള്ളൂ. കാരണം ആൾറെഡി യൂണിവേഴ്സും നിങ്ങളുടെ സോളും ഒക്കെ ആ സ്വപ്നം നടന്ന് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളൊന്ന് വീണ്ടും നിങ്ങളുടെ ആ ഗോളൊന്ന് റീസെറ്റ് ചെയ്ത് വീണ്ടും നിങ്ങളൊന്ന് എനർജൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നാണ് സോള് നിങ്ങളോട് പറയുന്നത് ഇതിൽ. പക്ഷേ നിങ്ങൾ ഇതൊരു ട്രീ ആണ്. അപ്പം ഈ ട്രീ എന്ന് പറയുന്നത് നിങ്ങൾ പണ്ടെപ്പോഴോ മറന്നുപോയി, നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നത് അത് എപ്പോഴോ മറന്നു പോയ, നിങ്ങൾ വിട്ടുകളഞ്ഞൊരു കാര്യമാണ്. കുറേ കാലം മുന്നേ ചിലപ്പോൾ ഇതായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ട് നിങ്ങൾ കൊണ്ടുവരുന്നത്. പക്ഷേ ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ഈ ജീവിതയാത്രയിൽ നിങ്ങളത് മറന്നുപോയി എന്നുള്ളതാണ്. ആ ഒരു കാര്യം ഇപ്പോൾ സാക്ഷാത്കരിക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത്. ഇതിൽ ദ ലവ് ഓഫ് യുവർ ഡ്രാഗൺ റീച്ചസ് ഔട്ട് ഓഫ് യു ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ പവർ നിങ്ങളെ വിളിക്കുന്നുണ്ട്. അപ്പം ഡ്രാഗൺ എന്ന് പറയുന്നത് ഭയങ്കര പവറുള്ള ഒരു
ഒരു ഏഞ്ചലാണ് കേട്ടോ. ഇപ്പം ഇത് നമ്മൾ റേക്കിയൊക്കെ പഠിക്കുമ്പോൾ ഇത് ഏഞ്ചലായിട്ടാണ് കാണുന്നത്. ഡ്രാഗൺ റേക്കിയൊക്കെ ഉണ്ട്. അപ്പം ശരിക്കും നിങ്ങളുടെ ശക്തി അത് നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നു. കാരണം നിങ്ങളുടെ പേടി കാരണം നിങ്ങളെ പുറകോട്ട് വലിച്ചിരുന്ന എന്തോ ഒരു കാര്യം, ചിലപ്പോൾ അത് ആൾമോസ്റ്റ് നിങ്ങൾ മറന്നുപോയ ഒരു കാര്യം, അത് നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ പേടിയാണ്, എനിക്ക് ശക്തിയുണ്ടോ, എനിക്ക് കഴിവുണ്ടോ, ഞാൻ പറയുന്നത് ശരിയാണോ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുമോ, അങ്ങനെയുള്ളൊരു ഭയം ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. നമ്മൾ സ്വയം മനസ്സിലാക്കാൻ നമ്മൾ ശക്തിയുള്ള ആളാണ്, നമ്മളാണ് അത് ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മളുടെ റിയൽ സെൽഫ് എവേക്കണാകാൻ പോകുന്നു എന്ന് ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളാണ്. ഇത് മറ്റുള്ളവർ മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. ചിലപ്പോൾ മറ്റുള്ളവർക്ക് അറിയായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ഗുണങ്ങളുണ്ട് എന്നൊക്കെ മറ്റുള്ളവർക്ക് അറിയാം, പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഒന്ന് ഹീൽ ചെയ്ത് നിങ്ങളൊന്ന് നിങ്ങളുടെ ആ ഒരു പവറിലേക്ക്, നിങ്ങളുടെ ആ കോൺഫിഡൻസ് ലെവൽ കൂട്ടി ഒന്ന് തിരിച്ചു വരണം എന്നുള്ളതാണ് ഈ ഒരു സമയം നിങ്ങളോട് നിങ്ങളുടെ സോളിന് പറയാനുള്ളത്. പിന്നെ അടുത്ത കാർഡ് വന്നിട്ടുള്ളത് വുമൻ ഹോൾഡിങ് എ ഹേർട്ടാണ്, വുമൻ ഹോൾഡിങ് എ കോയിനാണ്. നിങ്ങൾ സാമ്പത്തികമായ ഒരു വലിയ ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തോ ഒരു വലിയ കാര്യം, അത് ചിലപ്പോൾ വലിയൊരു ബിസിനസ് ആകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ പോയി സെറ്റിൽ ചെയ്യുന്നതാകാം, വലിയ വീടാകാം, വാഹനമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഓവറോൾ ഒരു സാമ്പത്തിക സ്ഥിതി ആയിരിക്കാം. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളുടെ സമ്പത്ത് ആണ് ഈ ഒരു സെക്കൻഡ് പയൽ തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് മെസ്സേജായിട്ട് കിട്ടിയുള്ളത്. നിങ്ങളുടെ സമ്പത്തിനെ കുറിച്ചുള്ള മെസ്സേജാണ്. ഇതിൽ നിങ്ങൾക്കൊരു വലിയ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അത് ചിലപ്പം ഒരു കമ്മ്യൂണിറ്റി വഴി ആയിരിക്കാം എന്നുള്ളതാണ് കേട്ടോ. കാരണം ചിലപ്പോൾ അത് കമ്മ്യൂണിറ്റി വഴി ആയിരിക്കാം, ചിലപ്പം നിങ്ങളുടെ സോൾ കോൺട്രാക്ട് ചെയ്ത് ഒറ്റ വന്നിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഈ ഒരു ജന്മത്തിൽ അത് ചെയ്തേക്കാം എന്ന് വിചാരിച്ച് വന്ന കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ കോൺട്രാക്ട് എന്ന് പറയുന്നത് നിങ്ങളൊരു കമ്മ്യൂണിറ്റിയെ തന്നെ മാറ്റിയേക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തേക്കാം. അതിലൂടെ നിങ്ങൾക്ക് ചിലപ്പോൾ സമ്പത്തും മറ്റുള്ളവർക്ക് സമ്പത്തുണ്ടാക്കാനുള്ള വഴിയും ഒക്കെ നിങ്ങൾ കൊടുത്തേക്കാം എന്നുള്ളൊരു സോൾ കോൺട്രാക്ട് വന്നിട്ട് ചെയ്തിട്ടായിരിക്കാം നിങ്ങൾ ഈ ഭൂമിയിലേക്ക് ഈ ഒരു ജന്മത്തിൽ എടുത്തത്. പക്ഷേ നിങ്ങളുടെ ഒരു നിങ്ങൾക്കത് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ലെവല് കുറച്ച് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ പാസ്റ്റിൽ എപ്പോഴും നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത്, നിങ്ങൾ ചിന്തിച്ചിരുന്നത് എനിക്കൊരു വലിയ ബിസിനസ് ചെയ്യണം, അതിൽ കുറേ ആൾക്കാരെ രക്ഷപ്പെടുത്തണം, അതിൽ കുറേ ആൾക്കാർക്ക് ജോലി കൊടുക്കണം, കുറേ കുടുംബങ്ങൾ എന്നെ കൊണ്ട് ജീവിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്ന ആൾക്കാരായിരിക്കാം പണ്ട് ഏതോ ഒരു സമയത്ത്. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് നമ്മളുടെ ജീവിത പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കണ്ട് നിങ്ങളുടെ ആ ഒരു വലിയ സ്വപ്നം നിങ്ങളെപ്പോഴോ വിട്ടുകളഞ്ഞു എന്നുള്ളതാണ്. ആ സ്വപ്നം വീണ്ടും സഫലീകരിക്കാനുള്ള സമയമായി എന്നുള്ളതാണ് ഈ ഒരു സമയം നിങ്ങളോട് നിങ്ങളുടെ സോള് പറഞ്ഞു തരുന്നത്. കാരണം നിങ്ങൾ ഒരു കോൺട്രാക്ട് എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തേക്കാം, അല്ലെങ്കിൽ ഒരു വിഭാഗം ജനതയെ രക്ഷിച്ചേക്കാം, ഇതിൽ കുറേ ആൾക്കാരുടെ സഹായം ഞാൻ സ്വീകരിച്ചേക്കാം എന്നൊക്കെ ഉള്ളൊരു സോൾ കോൺട്രാക്ട് എടുത്താണ് നിങ്ങൾ വന്നത്. പക്ഷെ നിങ്ങൾക്കത് അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനോ തിരിച്ചറിയാനോ പറ്റുന്നില്ല. പക്ഷെ അത് നിങ്ങൾ തിരിച്ചറിയണം കേട്ടോ. കാരണം ഇതിനകത്ത് നിങ്ങളുടെ നിങ്ങൾ സ്റ്റേറ്റ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. നിങ്ങളൊരു മെൻ്റൽ ട്രാപ്പിൽ പെട്ടിരിക്കുന്നു. ഈ മെൻ്റൽ ട്രാപ്പിൽ നിന്നാണ് നിങ്ങൾ റീ എനർജൈസ് ചെയ്യണമെന്ന് പറയുന്നത്. ശരിക്കും നിങ്ങളുടെ ഉള്ളിലൊരു ഹണ്ടറുണ്ട്, അത് നിങ്ങൾ തന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ്? ഈ ഒരു 8 ഓഫ് സോഴ്സിൻ്റെ എനർജിയിൽ നെഗറ്റീവ് തോട്ട്സിൽ എനിക്ക് പോകാൻ പറ്റില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്കിതൊന്നും നടക്കൂല എന്നുള്ള ഒരു നെഗറ്റീവ് തോട്ട്സിൽ നിങ്ങളുടെ സോള് കോൺട്രാക്ട് ചെയ്തിരുന്ന ആ ഒരു കാര്യത്തെ നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ മജീഷ്യനാണ്, നിങ്ങൾ മജീഷ്യനാണെന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയുക. ഇപ്പം നമ്മളുടെ കഴിവുകൾ മറ്റുള്ളവർ തിരിച്ചറിഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴും നമ്മളുടെ കഴിവുകൾ തിരിച്ചറിയേണ്ടത് നമ്മളാണ്. മറ്റുള്ളവർക്ക്, നമ്മളുടെ കൂടെ പഠിക്കുന്നവർക്കോ നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കോ ഒക്കെ നല്ല ബോധമുണ്ട്. ഈ ഒരാൾ ഇത്രയും കാലിബറുള്ള ഒരാളാണ്, അത്രയും കഴിവുള്ള ഒരാളാണെന്ന് മറ്റുള്ളവർക്ക് അറിയാം. പക്ഷെ നമുക്കെപ്പോഴും നമ്മളെക്കുറിച്ച് ഡൗട്ടാണ്. ഇതെന്നെ കൊണ്ട് പറ്റുമോ, ഇത് ഞാൻ ചെയ്താൽ ശരിയാവോ എന്നൊക്കെ നമ്മളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. സെൽഫ് ഡൗട്ട് പാടില്ല. കാരണം നിങ്ങളുടെ മാജിക്കിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ മജീഷ്യനാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് കാര്യവും ചെയ്യാൻ പറ്റും. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും നേടിയെടുക്കാൻ പറ്റുന്ന ആൾക്കാരാണ് നിങ്ങൾ. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക.
ഈ ഒരു സമയം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ എപ്പോഴോ നിങ്ങൾ വളരെ വലിയ ആഗ്രഹമായിട്ട് കൊണ്ടുവരുന്ന കാര്യം, അത് നിങ്ങൾ മറന്നുപോയൊരു കാര്യം ഈ ഒരു സമയം നിങ്ങൾ വീണ്ടും മാനിഫെസ്റ്റ് ചെയ്യാനാണ്. അത് ബിസിനസ് ആക്കാൻ 10 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. കുറേ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നതാകാം, നിങ്ങൾക്കുള്ളൊരു സാമ്പത്തിക സുരക്ഷിതത്വം ആവാം, വലിയ വീടോ ഒക്കെ വെക്കുന്നതാകാം, വലിയ ബിസിനസ്, ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തുന്ന ഒരു എനർജി ഉണ്ട്. ഇതൊക്കെ വിചാരിച്ചിട്ട് എപ്പോഴൊക്കെയോ നിങ്ങളത് വിട്ടുകളഞ്ഞു. പക്ഷേ ദൈവം മറന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ അത് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ സോള് അവിടെ കോൺട്രാക്ട് എഴുതിയിട്ടാണ് വന്നാൽ ഈ ഒരു ജന്മത്തിൽ ഞാൻ കുറേ പൈസ ഉണ്ടാക്കിയിരിക്കാം, നല്ല രീതിയിൽ ഏറ്റവും നല്ല ജീവിതത്തിൽ ഏറ്റവും ഫെസിലിറ്റീസിൽ ഞാൻ ജീവിച്ചോളാം. അപ്പോൾ നമ്മളുടെ സോള് ചെയ്ത കോൺട്രാക്റ്റിന് നമുക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കാം. ഈ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. നമ്മളുടെ സോള് ചെയ്തിരിക്കുന്ന ഒരു കോൺട്രാക്ട് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ തിരിച്ചറിയും. ചിലപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ സ്വയം ഇത് മനസ്സിലാക്കുന്നുണ്ടായിരിക്കും, എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ തന്നെ ആലോചിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളത് ആലോചിക്കും, ശരിയാണല്ലോ ഞാൻ പണ്ട് ഇങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന ഒരാളാണ്, പക്ഷെ എപ്പോഴൊക്കെയോ ഞാൻ മറന്നുപോയി. ചിലപ്പം ഈ ഒരു റീഡിങ്ങിലൂടെ നിങ്ങൾക്കത് വീണ്ടും ആ ഒരു കാര്യം നിങ്ങൾക്ക് പുറത്ത് വരുന്നു എന്നുള്ളതാണ്, നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന കാര്യം ഒരു പുതിയ തുടക്കമാണ് നിങ്ങളിലേക്ക് വരാൻ പോണത്. അതും അതിന് ലാഗൊന്നുമില്ല കേട്ടോ, പെട്ടെന്നാണ്. പേജ് ഓഫ് പെന്റക്കിൾസ് ആണ്. സഡൻ ആക്ഷൻ എടുത്ത് ഒരു സഡൻ എനർജിയാണ് നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു സമയം മുതൽ നിങ്ങളത് മനസ്സിൽ വീണ്ടും ആ ഒരു സ്വപ്നം കണ്ടു തുടങ്ങുക. കാരണം എർത്താണ്, പീസും ഗ്രൗണ്ടിങ് ആണ്. വളരെ സമാധാനത്തിൽ നിങ്ങളതൊന്ന് ആലോചിച്ച് വീണ്ടും ഒന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങുക. അപ്പം നമ്മൾ എന്താണോ വിചാരിക്കുന്നത്, നമുക്ക് എന്ത് വേണമെന്നാണോ നമ്മൾ ചിന്തിക്കുന്നത്, ആ കാര്യം നമ്മളിലേക്ക് എത്തും. അതിൽ ഒരു സംശയമില്ല. കാരണം നിങ്ങളുടെ സോള് ഈ ഒരു സമയത്ത് പറയുന്നത്, ഈ ഒരു ജന്മത്തിൽ ഈ ഒരു ശരീരം ഞാൻ സ്വീകരിച്ചത് ഞാൻ എന്തിനാണ് അത്രയും ലക്ഷറി ആയിട്ട് ജീവിക്കാനും, അത്രയും ആൾക്കാരെ രക്ഷപ്പെടുത്താനും, അത്രയും ആൾക്കാർക്ക് ചിലപ്പോൾ തൊഴിൽ കൊടുക്കാനും. ചിലപ്പോൾ ഇത് നിങ്ങളുടെ വാക്കുകളിലൂടെ ആയിരിക്കും കേട്ടോ. ചിലപ്പം ഇതൊരു ഒരു കാര്യം, നിങ്ങളൊരു മെൻറ്റർ അങ്ങനെയുള്ള ഒരു ആളായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ മെൻറ്റർ ചെയ്ത് അവരെ ജീവിത രീതി ഉയർത്താനുള്ള, അല്ലെങ്കിൽ ബിസിനസ്സുകാരെ അവർക്ക് ഗൈഡൻസ് കൊടുക്കാനുള്ള, അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാനുള്ള ഒക്കെ ആളായിരിക്കാം നിങ്ങളത് എപ്പോഴൊക്കെയോ നിങ്ങളുടെ പ്രാരാബ്ദങ്ങൾ കൊണ്ട് നിങ്ങൾ ഇതൊക്കെ മറന്നുപോയി എന്നാണ്. എപ്പോഴും നമുക്ക് ദൈവം ഒരു ഹിൻഡ് തരും, അത് ആരിലൂടെയെങ്കിലും ആയിരിക്കും കേട്ടോ. ചിലപ്പോൾ അത് റീഡിങ്ങിലൂടെ, അല്ലെങ്കിൽ ചിലപ്പം ഏതെങ്കിലും വ്യക്തികൾ ചിലപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് പോലും ആയിരിക്കില്ല, വേറെ ആരെങ്കിലും പരസ്പരം സംസാരിക്കുന്നത് നിങ്ങൾക്കൊരു മെസ്സേജായിട്ട് ഒക്കെ വരാം. അതൊക്കെ ഡീകോഡ് ചെയ്ത് എടുക്കാൻ പറ്റണം. ഇത് എനിക്കുള്ളൊരു മെസ്സേജ് ആണല്ലോ എന്ന് അത് മനസ്സിലാക്കണം. കാരണം സ്പിരിച്വലായിട്ടുള്ള ആൾക്കാരുടെ ഒരു കഴിവാണ് അങ്ങനെ വേറൊരാളിൻ്റെ മെസ്സേജ് നമ്മൾ കേൾക്കുമ്പോൾ പോലും ചിലപ്പോൾ അത് ആ വ്യക്തിക്കുള്ളതായിരിക്കില്ല, ദൈവം ആ വ്യക്തിക്ക് കൊടുക്കുന്നതായിരിക്കില്ല. അത് കേൾക്കുന്നതിലൂടെ നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് ആയിരിക്കും അത്. അപ്പോൾ അതങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇപ്പം നിങ്ങൾ ഇതിൽ വിമൻ ഹോൾഡിങ് ഹേർട്ടാണ്, കോയിനാണ് വന്നിട്ടുള്ളത്. പൈസയായിട്ട് നിപ്പം ഉണ്ടാരൊക്കെയോ, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം ഉള്ള ആൾക്കാർ, ഏറ്റവും നല്ല ഫെസിലിറ്റിയിൽ ഈ ഒരു ജീവിതത്തിൽ ജീവിച്ച് തീർക്കണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ, സോള് കോൺട്രാക്ട് ചെയ്ത ആൾക്കാരാണ് സെക്കൻഡ് പൈൽ എടുത്ത ആൾക്കാർ. ഇപ്പം നിങ്ങളുടെ സാഹചര്യം ഒന്നും നിങ്ങൾ നോക്കണ്ട, എന്ത് ബുദ്ധിമുട്ടായാലും അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ നിങ്ങൾ ആക്ഷൻ എടുത്തിട്ട് ഒരു 2-3 വർഷം കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, പണ്ട് ഇങ്ങനെ റീഡിങ്ങിൽ പറഞ്ഞ പോലെ ഞാനായി എന്ന്. അത് കേൾക്കാൻ ഞാൻ കാത്തിരിക്കുന്നു. എനിക്കത് കേൾക്കാൻ ഞാൻ പ്രാർത്ഥിക്കാട്ടോ, അങ്ങനെ ഉണ്ടാകട്ടെ. കാണുന്ന അത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കെല്ലാം അങ്ങനെ ഉണ്ടാകട്ടെ. കാരണം ഇതൊരു ഫുള്ളി വളരെ എന്താണ് അബണ്ടൻസ് കൊണ്ടുവരുന്ന, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ മുഴുവൻ മാറ്റുന്ന തരത്തിലുള്ള ഒരു കാര്യമാണിത്. അപ്പം അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അത് കേൾക്കാൻ ഞാനും കാത്തിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഇതാണ് ഈ ഒരു റീഡിങ്. ഇത് സൂപ്പറാണ് കേട്ടോ ഈ ഒരു റീഡിങ്. നമുക്കിങ്ങനെ പറയാൻ പറ്റുന്നതൊക്കെ വലിയ സന്തോഷമാണ്. കുറേ ആൾക്കാർക്കൊക്കെ അങ്ങനെ അത് കണക്ട് ചെയ്യും, അവരങ്ങനെ ആകും. അപ്പോൾ അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് അത് നിങ്ങളുടേതാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ കൃത്യമായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ക്ലെയിം ചെയ്യണം. നമ്മൾ പറയുന്നൊരു കാര്യം അത് ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ക്ലെയിം ചെയ്യുക. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ സംഭവിക്കും. താങ്ക് യു. ഇതൊരു സൂപ്പർ റീഡിംഗ് ആണ്. ഇത് തരാൻ പറ്റിയാൽ എനിക്ക് ഒരുപാട് സന്തോഷം. ഒരുപാട് ദൈവാനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട്, സന്തോഷമായിട്ട്, സമാധാനമായിട്ടും സമൃദ്ധിയിലിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.